സ്റ്റേഷനിൽ തന്നെ ഞാൻ ഇരിക്കുക. പ്രതിയെ പിടിക്കുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ കാണും. ഞാൻ ഇവിടെ കിടന്ന് മരിച്ചാലും കുഴപ്പമില്ല. എന്തോ കടലിലൊക്കെ ഉള്ള തെരണ്ടിവാലെന്ന് പറയുന്ന സംഭവം വെച്ച് ഞങ്ങളെല്ലാവരും അടിച്ചു പൊട്ടിച്ചത് എന്നെ, എൻ്റെ പെമ്മക്കളെ എല്ലാം. നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലത്താണ്. കൊല്ലം പള്ളിത്തോട്ടം സ്റ്റേഷൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇന്ന് രാവിലെ ഈ ഒരു അമ്മ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ ഇവിടെ വന്നത്. എന്ത് ചേച്ചി ഇവിടെ നിൽക്കുന്നത്? അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ രാവിലെ മുതൽ വരെ നമ്മളെ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ രാവിലെ തൊട്ട് ഉച്ച വരെ ഇരുന്നു. ഉച്ച തൊട്ട് അവിടെ നിന്ന് ഇവിടെ ഞാൻ വന്ന് എൻ്റെ രണ്ട് കുഞ്ഞു മക്കളെ കൊണ്ട് കാത്തുകെട്ട് കിടക്കുക. ഈ പോലീസുകാരൊന്നും ഒരു നീതി എനിക്ക് തരുന്നില്ല. കുറ്റവാളിക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. എൻ്റെ ഭർത്താവ് വെളിയിൽ കത്തിയും കൊണ്ട് നിൽക്കുക കുത്താനായിട്ട്. എനിക്ക് നീതി വേണം. എന്നെ കുത്തി കൊല്ലുമെന്ന് പറഞ്ഞ് എന്നെ റോട്ടിട്ട് ഇഴയ്ക്കുക. എനിക്ക് പറ്റുന്നില്ല. എന്നെ ഇടിച്ച് അവശതയാക്കി അദ്ദേഹം ആ സകലം തന്നെ മുറിവൊക്കെ ആയിട്ട് ഞാൻ ഇരിക്കുക. എൻ്റെ കാലിൽ പ്ലാസ്റ്റർ ഇടണമെന്ന് വരെ ഡോക്ടർമാർ പറയുന്നത്. എനിക്ക് പറ്റുന്നില്ല. OP ടിക്കറ്റ് എടുക്കാൻ പോലെ എന്നെ കൊണ്ട് നിവർത്തിയില്ല. വർഷങ്ങൾ കൊണ്ട് ഞാൻ കിടന്ന അനുഭവം. എൻ്റെ പേര് ബ്രിജിറ്റ് എന്നാണ്. ബ്രിജിറ്റ്. അതെ. ഇയാൾ ഇതിനു മുമ്പും ചേച്ചിയെ ഒരുപാട് തവണ ഉപദ്രവിച്ചിട്ടുണ്ട്. എൻ്റെ കുഞ്ഞു മകനെ വരെ, എൻ്റെ ചെറുമോനെ വരെ തൊട്ടിലിൽ നിന്ന് എടുത്ത് തൂക്കി എറിഞ്ഞതാ. അന്നേരം എൻ്റെ മക്കളുമായിട്ട് ചെറിയ പ്രശ്നമുണ്ട്. എൻ്റെ മക്കളെയൊക്കെ ഇത് എന്തോ കടലിലൊക്കെ ഉള്ള തെരണ്ടിവാലെന്ന് പറയുന്ന സംഭവം വെച്ച് ഞങ്ങളെല്ലാവരും അടിച്ചു പൊട്ടിച്ചത് എന്നെ, എൻ്റെ പെമ്മക്കളെ എല്ലാം ക്രൂരമായി ഞങ്ങളെ മർദ്ദിക്കുക ചെയ്യുന്നത്. ഉപദ്രവിച്ച ചേച്ചി ഈ ഡിവോഴ്സിനൊന്നും ശ്രമിച്ചിട്ടില്ല? ഇല്ല, ഞങ്ങൾക്ക് വക്കീലെ കണ്ട് പൈസ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വക്കീലെ കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് അതിനുള്ള സാമ്പത്തികം ഇല്ല. കാണുന്ന പൊതുജനങ്ങൾക്ക് ഭയവാ പുള്ളിക്കാരന്. ആരും ഇടപെടുന്നില്ല. അവരെ കുടുംബത്തെ തന്നെ ഭയവാ. അവർ ആയുധം കൊണ്ട് നടക്കുന്നത് കൊണ്ട്. ഇയാള് എപ്പോഴും ആയുധം കൊണ്ട് ചേച്ചിയെ കൊല്ലാൻ വേണ്ടി? അതെ, കൊല്ലണമെന്നുള്ള ആ ഒരു വ്യഗ്രതയിൽ നടക്കുകയാണ്. ഞങ്ങൾക്ക് ജീവിക്കാൻ വയ്യ. എന്നെ ഒരു ജോലി പുള്ളിക്കാരന് മേടിച്ചോർത്ത കടം വീടാനാ ഞാൻ ഏത് ജോലി ചെയ്തെങ്കിലും ജീവിക്കാൻ നേരുന്നത്. എന്നെ ജോലി ചെയ്ത് ജീവിക്കാൻ അനുവദിക്കുന്നില്ല. ഏത് ജോലിക്ക് പോയാലും എൻ്റെ പുറകെ നടന്ന് എന്നെ കുത്താൻ ഓട്ടിക്കുന്നു. ഇപ്പം എൻ്റെ മക്കൾ എനിക്ക് പലിശയ്ക്ക് പൈസ എടുത്ത് 30,000 രൂപയ്ക്ക് ഒരു ഐസ്ക്രീം വണ്ടി എടുത്തു തന്നു. അതും പുള്ളിക്കാരന് ഇളയനി ആൻ്റണി എന്ന് പറയുന്ന അനുജനുമായിട്ട് വന്ന് അപകരിച്ച് കൊണ്ടുപോയി. എന്നെ ബീച്ചിട്ട് കച്ചവടം ചെയ്യാൻ എൻ്റെ മക്കളെടുത്ത് തന്നെ അതിനുപോലും അനുവദിക്കുന്നില്ല. അതിൻ്റെ പേരും പറഞ്ഞ് ഈസ്റ്റിൽ ഞാൻ പലതവണ പരാതി കൊടുത്ത് പിന്നെ ബീച്ച് കടപ്പുറത്തിട്ട് കച്ചവടക്കാർ നിൽക്കുക എന്നെ കുത്താനിട്ട് ഓട്ടിച്ചത്. എന്നിട്ട് പോലെ എനിക്ക് നബിദിനത്തിൻ്റെ അന്ന് സംഭവം, എനിക്ക് ഈ വനിതാ ദിനത്തിൻ്റെ തലേന്നും കൂടെ എന്നെ എൻ്റെ ചെറുമോനെ ഇട്ട് ഓട അംഗനവാടിയിൽ നിന്ന് ഞാൻ വിളിക്കാൻ പോയപ്പോൾ എന്നെ ഇട്ട് ഓട്ടിച്ച്. ആ തെരുവിലിട്ട് തല്ലിയിട്ട് പോലും ആരും പ്രതികരിക്കുന്നില്ല. ഈ സ്ത്രീകൾക്ക് കുറേ സുരക്ഷ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഞങ്ങൾക്ക് ആരുമില്ല. പോലീസുകാർ പോലും പ്രതികരിക്കുന്നില്ല. പ്രതിയെ പിടിച്ചേ പറ്റൂ. ഞാൻ സ്റ്റേഷൻ വിട്ട് ഞാൻ പോകത്തില്ല. എൻ്റെ വീട്ടിൽ എനിക്ക് പോകാൻ പറ്റത്തില്ല. റോട്ടിൽ നിൽക്കുക കത്തിയും കൊണ്ട്. ഇവരെ പിടിക്കാതെ ഞാൻ പോകത്തില്ല. എനിക്ക് കേസ് വേണം. പുള്ളി അറസ്റ്റ് ചെയ്തേ പറ്റൂ. പരാതി കൊടുത്തതിൻ്റെ എല്ലാ രേഖകളും എൻ്റെ കയ്യിലുണ്ട്. എല്ലാം ചേച്ചി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതാണോ? അതെ, കൊടുത്തതാ. എത്ര വട്ടം പരാതി കൊടുത്തു? 15 വട്ടം ഞാൻ കൊടുത്തു. എനിക്ക് ഒരു നീതിയും കിട്ടിയിട്ടില്ല. 15 പ്രാവശ്യവും നിങ്ങൾ ഏത് സ്റ്റേഷനിലാണ് പരാതി കൊടുത്തത്? ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലാണ് കൊടുത്തത്. എന്നിട്ട് CEO SIO എന്നോട് എന്താണെന്ന് പോലും ചോദിക്കുന്നില്ല. അവിടുത്തെ പോലീസുകാർ പോലും നല്ല രീതിയിൽ ഇടപെടുന്നില്ല. ഞാൻ ഇന്ന് വരെ അവിടെ ഇരുന്ന് ചാവൂന്ന് പറഞ്ഞ രാവിലെ 6 മണി തൊട്ട് ഞാൻ ഇടികൊണ്ട് എൻ്റെ ഭർത്താവ് റോഡ് നീളെ വലിച്ചടിച്ച് എൻ്റെ ദേഹം മൊത്തം മുറിവായി. എന്നിട്ട് പോലും ഇവർ പ്രതികരിക്കുന്നില്ല. അവർ അനങ്ങുന്നില്ല. ഞാൻ അവിടെ ഇരുന്ന് ആത്മഹത്യ ചെയ്യും. ഞാൻ പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ കിടന്ന് മരിക്കുമെന്ന് പറഞ്ഞിട്ട് പോലും അവർ അനങ്ങുന്നില്ല. അതെന്താ അവര് പിന്നെ ഒന്നും പ്രതികരിക്കാത്തത്? അതെനിക്കറിയത്തില്ല. ഇവരെന്താന്ന് പോലീസുകാർ ഉദാസീനത കാണിക്കുകയാണ്. ഞാൻ ചത്താലേ ഇവർക്ക് സമാധാനം ആകത്തുള്ളെങ്കിൽ ഇനി അങ്ങനെ ആയിരിക്കാം. എനിക്ക് നീതി കിട്ടുന്നില്ല. കിട്ടണ പ്രതിയെ അറസ്റ്റ് ചെയ്തേ പറ്റൂ. പിടിക്കുന്നത് വരെ ഞാൻ ഇവിടെ സത്യാഗ്രഹം ഇരിക്കും. ഞാൻ ഇവിടെ ഇരിക്കാനാണ് തീരുമാനിക്കുന്നത്. ഭർത്താവ് എപ്പോഴാണ് ചേച്ചി ഉപദ്രവിച്ചത്? ഇന്ന് രാവിലെ ഒരു 6:45 7 മണിയോടെ. അത് ഈ പൊതുമധ്യത്തിലിട്ട് പൊതുജനങ്ങളുടെ ഇടയിലിട്ട് മുണ്ടക്ക റോട്ടിലിട്ട് സീ പാലസ് എന്ന് പറയുന്ന ആ ഹോട്ടലിന്റെ തൊട്ട് ഫ്രണ്ട് ഇട്ടാണ് എന്നെ ഉപദ്രവിച്ചത്. റോഡിൽ കൂടെ പട്ടിയെ പോലെ വലിച്ചഴിച്ച് എൻ്റെ ദേഹം മൊത്തം തലയ്ക്കൊക്കെ ഇടിച്ച്. ഉപദ്രവിച്ചത് ആരെങ്കിലും കണ്ടായിരുന്നോ? കണ്ടു. ഒരുപാട് വ്യക്തികളെ കണ്ടിട്ട് നോക്കിയിട്ട് പോകുമായിരുന്നു. സൈക്കിളിലും ഓട്ടോയിലും കാറിലും ഒക്കെ നടന്ന് ഒരുപാട് നടക്കാനിറങ്ങിയ ജനങ്ങൾ വരെ കണ്ട്. ആരും അനങ്ങാതെ പോയി. പുള്ളിക്കാരൻ അത്രയ്ക്ക് ക്രൂരമായിട്ട് എന്നെ രാത്രി കാലങ്ങളിൽ എന്നെ വീട്ടിൽ ഉറക്കിക്കത്തില്ല. കറണ്ട് അടുപ്പിക്കുക, ചൂടുവെള്ളം പൊക്കി ഒഴിക്കുക, എന്നെ കയറിട്ട് മുറുക്കി ഫാനിൽ കെട്ടി തൂക്കാൻ ശ്രമിക്കുന്നത്. എനിക്ക് പറ്റുന്നില്ല. മാനസിക രോഗം വല്ലതും? എനിക്കറിയത്തില്ല. ഒരു നേരം പറയുന്നതില്ല മറുനേരം പറയുന്നത്. പക്ഷെ എനിക്ക് നീതി കിട്ടണം. പുള്ളിക്കാരനെ അറസ്റ്റ് ചെയ്തേ പറ്റൂ. അതുവരെ ഞാൻ ഈ സ്റ്റേഷൻ്റെ മുമ്പിൽ കാണും. ഞാനിപ്പം 4 മണിക്ക് ഇവിടെ വീണ്ടും വന്നതാണ്. രാവിലെ വന്നിട്ട് പോയി പള്ളിത്തോട്ടം സ്റ്റേഷനിൽ. ഇപ്പം 4 മണിക്ക് വീണ്ടും വന്നിട്ട് ഇതുവരെ അവർ പ്രതിയെ പിടിച്ചിട്ടില്ല. എനിക്ക് നീതി കിട്ടിയേ പറ്റൂ.